അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ എത്തിയിരിക്കുകയാണെങ്കിൽ 4 വർഷത്തിന് ശേഷം ഞാൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ പോകണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ഫൈൻ ആർട്സ് ഹാളാണ് എറണാകുളത്ത്. ഇവിടെ ഞങ്ങളുടെ ലേഖ ചേച്ചിയുടെ നൂപരധ്വനി ഡാൻസ് സ്കൂളിൻ്റെ ഒരു ബാച്ചിൻ്റെ അരങ്ങേറ്റം കേട്ടോ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഞൊരങ്ങി കയറുകയാണ്. കറക്റ്റ് ആ സമയത്ത് ഞാൻ ഇവിടെ എത്തി. അപ്പോൾ എനിക്ക് 2 ഐറ്റം അവരുടെ കൂട്ടത്തിൽ ചെയ്യാൻ ഒരു ഇതിന് രസത്തിന്. അപ്പം ഞങ്ങളിതാ ഒരുങ്ങാൻ പോവാണ്. അവിടെ സ്റ്റേജ് പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത്ര നാൾക്ക് ശേഷം സ്റ്റേജിൽ കയറുന്നതിന്. ഇവിടെ കളിക്കാൻ ഒരു ഭയങ്കര ഭാഗ്യം കേട്ടോ. ഇവിടെ എത്ര വലിയ ആർട്ടിസ്റ്റ് വന്ന് കളിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ലേഖ ചേച്ചിയുടെ ഒരു ബാച്ചിൻ്റെ അരങ്ങേറ്റമാണ് അവിടെ. ലേഖ ചേച്ചിയാണ് എൻ്റെ ഡാൻസിൻ്റെ ഗുരു, എൻ്റെ എല്ലാം എൻ്റെ ടീച്ചർ. അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥനയും വേണം പ്രോഗ്രാം ഭംഗിയായി നടക്കാൻ. ഇത് ഫൈൻ ആർട്സ് ഹാളായിട്ട് നാളെ ഇനിയും സൺഡേ ഗുരുവായൂരുണ്ട്. അപ്പം ഈ നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ഫോംസൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരുങ്ങി ഇറങ്ങാൻ ഭയങ്കര സിമ്പിളാണെന്ന്. പക്ഷേ രാവിലെ നമ്മൾ ഇത്ര പേര് വന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ടേൺ ബൈ ടേൺ ആയിട്ടാണ് ചെയ്യണത്. അപ്പം ഈവനിങ് ആയിരിക്കും പ്രോഗ്രാം. പക്ഷെ നമ്മളൊരു രാവിലെ ഒരു 8 o'clock 9 o'clock തൊട്ട് ഇങ്ങനെ ഈ പരിപാടിയാണ്. അപ്പം എന്താണെങ്കിലും കഷ്ടപ്പെട്ടാലേ നമുക്ക് ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ കേട്ടോ. അതെ, അൻവി ഞങ്ങളുടെ കൂടെ അരങ്ങേറിയ ആളാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ അഭിമാനമായി ഞങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാളെങ്കിലും ആ പാഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഞങ്ങൾക്ക് പാഷൻ ഉള്ളിലുണ്ട് നിറച്ച്, ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അൻവി US വന്നേക്കാണ് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് US വന്നേക്കാണ്. അത്രയ്ക്കും പാഷനേറ്റ് ആണ് ഡാൻസിനോട്. ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്. ഇതിപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഗുരുവായൂരിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വികൃതമായ മൂല്യമാണ്. പക്ഷേ ഇതാണ് ഞങ്ങളുടെ ഒരുക്കങ്ങൾ. ഇന്നലെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നിങ്ങളോടൊന്നും പറയാൻ മറന്നുപോയി. അപ്പം ഇത് സെക്കൻഡ് ഡേ ഗുരുവായൂർ മറ്റേ ചുണ്ണാമ്പ് ചവച്ചിട്ട് ഉപ്പും തമ്മച്ച് വരുമ്പോഴില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ആളെ മനസ്സിലായില്ല മേക്കപ്പ് ഇട്ടിട്ട്. ഈ ഗുരുവായൂർ പ്രോഗ്രാമിന് ആൾ കുറവാട്ടോ. നമ്മൾ അരങ്ങേറ്റത്തിൻ്റെ കുറേ പിള്ളേരില്ല. അപ്പം നമ്മളിങ്ങനെ കോറിയോഗ്രാഫി ചേഞ്ചൊക്കെ നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് കോമഡികളും നടന്നു. ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു ഐറ്റം എനിക്ക് കളിക്കാൻ പറ്റി കേട്ടോ. മാടുമേക്കും കണ്ണ. അത് കൃഷ്ണനും യശോദയും തമ്മിലുള്ളൊരു കഥയാണ്. കൃഷ്ണൻ ഇങ്ങനെ യശോദയോട് മാട് മേയ്ക്കാൻ പൊക്കോട്ടെ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യശോദ ഇങ്ങനെ ഒരു റീസൺ പറയും, പോകരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ ഇതൊരു ജുഗൽബണ്ടി കേട്ടോ, ഒരു മോഹിനിയാട്ടവും ഒരു ഭരതനാട്യവും. അപ്പം ഇപ്പോൾ സമയം കിട്ടിയോണ്ട് പറയാം കേട്ടോ ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിനകത്ത് കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ട്. കാര്യം ആൾ കുറവാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് കളിക്കാം എന്നുള്ളൊരു സ്റ്റേജാണ്.
சொன்னேன் மடுமேகும் கண்ணே நீ போக வேண்டாம் சொன்னேன் கச்சின பால் தர கற்கண்டு சீனி தர கையிலே வெண்டையும் தர வெயிலிலே போக வேண்டாம் மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன் கற்கண்டு சீனி வேண்டாம் கற்கண்டு சீனி வேண்டாம் உல்லாசமாய் மாடு மேய்த்து ஒரு நொடியில் திரும்பிடுவேன் மலருடன் வீதியிலே மல்லாடுறான் என்று சொல்லு தேடிகிரி வருகையிலே ஓடி வந்து நின்றிடுவேன் போக வேண்டும் தாயே கதை சொல்லாதே நீயே போக வேண்டும் தாயே கதை சொல்லாதே நீயே போக வேண்டும் தாயே கதை சொல்லாதே நீயே போக வேண்டும் தாயே கூறுமாய் வீணைகள் யாவும் வெல்வே இந்த குவலயத்திலோ கலியுக பெரு வரதனாய் திகழ்ந்தருளும் கந்தனை வாவா முருகா வடிவேலழக 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 வாவா